ഇന്ത്യയെ നടുക്കിയ കൊടും ക്രൂരതയുടെ കഥ നിതാരി കേസ്. ഡൽഹിക്ക് തൊട്ടടുത്ത് നൊയിഡയിലെ നിതാരി എന്നൊരു ഗ്രാമം 2026 ലോകം മുഴുവനും ഉറ്റുനോക്കിയൊരു സ്ഥലമായി മാറിയിരുന്നു. ഇത് വെറും ഒരു കൊലപാതകത്തിൻ്റെ കഥയല്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയത്തിൻ്റെയും പാവപ്പെട്ടൻ്റെ കണ്ണീരിൻ്റെ കഥയുമാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് കാണാതാവുന്നു. നിങ്ങൾ പോലീസിനെ സമീപിക്കുന്നു. അവർ നിങ്ങളെ പരിഹസിച്ച് ഇറക്കി വിടുന്നു. ഇതുപോലെ 30 കുട്ടികളാണ് നിതാരിയിൽ നിന്നും കാണാതായത്. അവിടെ സംഭവിച്ചത്, അവിടെ ഒരു വീടിന് പിന്നിൽ നിന്ന് കണ്ടെടുത്ത് 19ലധികം കുട്ടികളുടെ അവശിഷ്ടങ്ങളാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിതാരി നടന്ന ആ സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ ആ ഹൗസ് ഓഫ് ഹൊറേഴ്സ് എന്നറിയപ്പെടുന്ന ആ സംഭവത്തെക്കുറിച്ചാണ്. വെൽക്കം ടു PRK വോയിസ്. നമസ്കാരം, ഞാൻ പ്രദീപ് രാമകൃഷ്ണൻ. കാണാം കൂടുതൽ ഡീറ്റെയിൽസായി PRK വോയിസിലൂടെ. എന്താണ് ഈ നിതാരി? വിശദീകരിക്കാം. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന മിക്ക ആളുകളും താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് നൊയിഡ. അവിടെ പാവപ്പെട്ട തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ് ഈ നിതാരി. 2025 മുതൽ ഇവിടെ നിന്ന് കുട്ടികളെ കാണാതാകാൻ തുടങ്ങി. ഒന്നല്ല രണ്ടല്ല, ഏകദേശം 30ലധികം കുട്ടികളാണ് കാണാതായത്. പലരും പരാതിപ്പെട്ട് പോലീസിനെ സമീപിച്ചെങ്കിലും പക്ഷേ പോലീസ് പറഞ്ഞത് നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും ഓടിപ്പോയിരിക്കുമെന്നാണ്. പാവപ്പെട്ട മൈഗ്രൻ്റ് ലേബേഴ്സ് ആയതുകൊണ്ടായിരിക്കാം ആരും അവരെ ഗൗനിച്ചില്ല. ഇതിനിടയിലാണ് മോയിന്ദർ സിംഗ് പാന്തർ എന്ന ബിസിനസ്സുകാരൻ്റെ D5 എന്ന വീടിനെ കുറിച്ച് നാട്ടുകാർക്ക് സംശയം തോന്നുന്നത്. ആ നടുക്കുന്ന കണ്ടെത്തൽ 2026 മെയ് മാസം പായൽ എന്നൊരു പെൺകുട്ടിയെ കാണാതാവുന്നു. അവളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അത് ഈ D5 വീടിന് അടുത്താണെന്ന് കണ്ടെത്തി. പോലീസ് ഒടുവിൽ ആ വീട്ടിലെ ജോലിക്കാരനായ സുരേന്ദർ കോഹ്ലിയെ ചോദ്യം ചെയ്തു. അവിടെ നിന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒട്ടും ക്രൂരതയുടെ ചുരുളഴിയുന്നത്. പിന്നീട് ഡ്രൈനേജുകളും ഓടയിലും പരിശോധന നടത്തിയപ്പോൾ പോലീസിന് ലഭിച്ച ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ചെറിയ കുട്ടികളുടെ അസ്ഥികൂടങ്ങൾ, തലയോട്ടികൾ, വസ്ത്രങ്ങൾ ഇതെല്ലാം ഓടയിൽ നിന്ന് കുമിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു. സുരേന്ദർ കോഹ്ലിയെ ഓരോ കുട്ടിയും എങ്ങനെയാണ് കൊന്നതെന്ന് വിവരിച്ചപ്പോൾ പോലീസുകാർ പോലും തകർന്നുപോയി. എങ്ങനെയായിരുന്നു സുരേന്ദർ കോഹ്ലി ഇത് ചെയ്തിരുന്നത്? മിഠായികൾ നൽകിയോ അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്തോ കുട്ടികളെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. അവനെ വേണ്ടതെല്ലാം പിന്നീട് അവൻ ചെയ്യും. അതിനുശേഷം കഴുത്ത് ഞെരിച്ച് കൊല്ലും. ഇതിലേറ്റവും ഭയാനകമായ ആരോപണം സുരേന്ദർ കോഹ്ലി കുട്ടികളെ മാംസം പാചകം ചെയ്ത് കഴിച്ചു എന്നതാണ്. ഇത് മാത്രമല്ല, ഈ കേസിലെ മറ്റൊരു പ്രധാന സംശയം അവയവക്കടത്ത്. അതായിരുന്നു കുട്ടികളുടെ ശരീരഭാഗങ്ങൾ കൃത്യമായി മുറിച്ച് മാറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു കണ്ടെടുക്കപ്പെട്ടിരുന്നത്. ഇത് വെറുമൊരു മാനസിക രോഗിയുടെ പ്രവർത്തനമല്ല, മറിച്ച് ഇതിന് പിന്നിൽ മറ്റൊരു വലിയ മാഫിയ ഉണ്ടെന്ന് പലരും വിശ്വസിച്ചിരുന്നു. പക്ഷേ കോടതിയിൽ ഇത് തെളിയിക്കാൻ ആ സാധുക്കൾക്ക് കഴിഞ്ഞില്ല. സുരേന്ദർ കോഹ്ലിക്കും മോയിന്ദർ സിംഗിനും വധശിക്ഷ ലഭിച്ചു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2023 അലഹബാദ് ഹൈക്കോടതി ഇവരെ പല കേസിൽ നിന്നും വെറുതെ വിട്ടു. എന്തുകൊണ്ട്? അന്വേഷണത്തിലെ പോരായ്മകളും തെളിവുകളുടെ അഭാവവും കാരണം. ഈ നീചന്മാർക്ക് എങ്ങനെയാണ് കോടതി വിധി അനുകൂലമായതെന്ന് നമുക്ക് പരിശോധിക്കാം. 2006 ഒക്ടോബർ 7 നിതാരിയിൽ നിന്ന് 22 വയസ്സുള്ള യുവതിയെ കാണാതായി. 5 മാസത്തിന് ശേഷം പ്രാദേശിക കോടതിയുടെ നിർദ്ദേശപ്രകാരം ആദ്യ FIR രജിസ്റ്റർ ചെയ്തു. 2006 ഡിസംബർ 29 നൊയിഡ സെക്ടർ 31 D5 വലിയ വീടിന് പിന്നിലെ ഓടയിൽ നിന്ന് 16 മനുഷ്യ തലയോട്ടികളും അസ്ഥികൂടങ്ങളും കണ്ടെടുത്തു. വീട്ടുടമ മോനിന്ദർ സിംഗ് പാന്തർ, സഹായി സുരീന്ദർ കോഹ്ലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2006 ഡിസംബർ 30 കേസ് അന്വേഷണത്തിലെ വീഴ്ചയെ തുടർന്ന് 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ അസ്ഥികൂടങ്ങൾ വീണ്ടും കണ്ടെടുക്കപ്പെട്ടു.
2007 ജനുവരി 3 കുട്ടികളെ കാണാതായ കേസുകളിൽ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ സമിതി കണ്ടെത്തി. 3 മുതിർന്ന ഉദ്യോഗസ്ഥരെയും മറ്റു പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തു. 2007 ജനുവരി 10 ഉത്തർപ്രദേശ് സർക്കാർ കേസ് CBIക്ക് വിട്ടു. കൊലപാതകം, ബലാത്സംഗം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചു. 2007 മാർച്ച് 1 താനൊരു സ്ത്രീയെയും 6 കുട്ടികളെയും കൊലപ്പെടുത്തിയതായും നരഭോജനം നടത്തിയതായും കോടതിയിൽ മൊഴി നൽകി. 2009 ഫെബ്രുവരി 13 റിംബ ഹൽദാർ വധക്കേസിലെ പന്തറിനും കോലിക്കും ഗാസിയാബാദ് കോടതി ആദ്യ വധശിക്ഷ വിധിച്ചു. 2010, 2012 വിവിധ കേസുകളിലായി കോലിക്ക് വീണ്ടും വധശിക്ഷകൾ ലഭിച്ചു. 2014 ജൂലൈ 20 കോലിയുടെ കരുണനിരത ഹർജി അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി തള്ളി. 2014 സെപ്റ്റംബർ 8 വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചു. 2015 ജനുവരി 29 അലഹാബാദ് ഹൈക്കോടതി കോലിയുടെ വധശിക്ഷ ജീവപര്യന്തരമായി കുറച്ചു. 2021 ജനുവരി 16 12ാമത്തെ കേസിൽ കോലിക്ക് വധശിക്ഷ ലഭിച്ചു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ പന്തറെ കോടതി വെറുതെ വിട്ടു. 2023 ഒക്ടോബർ 16 വലിയൊരു മാറ്റമെന്ന നിലയിൽ അലഹാബാദ് ഹൈക്കോടതി പന്തറെയും കോലിയെയും കുറ്റവിമുക്തരാക്കി. ശരിയായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ ഏജൻസി പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിച്ചു. 2025 ജൂലൈ 30 കോലിയെ വെറുതെ വിട്ടതിനെതിരെയുള്ള 14 അപ്പീലുകൾ സുപ്രീം കോടതി തള്ളി. 2025 നവംബർ 11 അവസാനത്തെ കേസിലും സുപ്രീം കോടതി കോലിയെ കുറ്റവിമുക്തനാക്കി. കാരണം ഇത് കേട്ട് ആ മാതാപിതാക്കൾ തകർന്നുപോയി. പണവും സ്വാധീനവുമുള്ളവർക്ക് നിയമം വഴിമാറിക്കൊടുക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമായി മാറി ഈ കേസ്. സർക്കാർ നൽകിയ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പോലും വേണ്ടെന്ന് വെച്ച് ആ മാതാപിതാക്കൾ ഇപ്പോഴും ചോദിക്കുന്നത് ഒന്ന് മാത്രം: ഞങ്ങളുടെ മക്കൾക്ക് എന്തു സംഭവിച്ചു? നിലവിലെ പ്രധാന ചർച്ചകളിലൊന്നായി ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചും വിദേശ ക്രിമിനലുകളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്ന ഈ മിതായി കേസ് നമ്മൾ മറന്നു പോകരുത്. കുഞ്ഞുമക്കളെ പറഞ്ഞു പഠിപ്പിക്കുക, അപരിചിതരിൽ നിന്ന് മിഠായോ ചോക്ലേറ്റോ തന്നാൽ വാങ്ങി കഴിക്കരുത് എന്ന്. മാതാപിതാക്കളുടെ സമ്മതപ്രകാരമല്ലാത്ത ഒരു മോഹന വാഗ്ദാനങ്ങളിലും വീണു പോവാതിരിക്കുവാൻ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ നിയമവ്യവസ്ഥയിലെ പഴുതുകൾ ഇനിയും ഇങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കരുത്. നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്തു തോന്നുന്നു? ആസ് എ കോമൺ മാൻ PRK വോയിസിന് തോന്നിയത് അവയവക്കടത്ത് മാഫിയ ഒരു പക്ഷേ ഇതിന് പുറകിലുണ്ടാവാം എന്നാണ്. അല്ലാതെ ഇത്രയും കൊടും ക്രൂരകൃത്യം നടത്തിയ ആ 2 ക്രിമിനൽസിനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ തെളിവുകളുണ്ടെങ്കിലും 19ലധികം കുട്ടികളുടെ തലയോട്ടികളാണ് കണ്ടെടുത്തത്. എന്നിട്ടും കോടതിക്ക് മുമ്പിൽ തെളിവുകൾ എത്തിയില്ല. പക്ഷേ മക്കളെ നഷ്ടപ്പെട്ട ആ പാവപ്പെട്ട തൊഴിലാളി മാതാപിതാക്കൾക്ക് മുന്നിൽ ആ കുറ്റവാളികൾ ഇന്നും വിലസുന്നു. നെഞ്ചുരുകുന്ന വേദനയോടെ നിസ്സഹരായ ആ മാതാപിതാക്കൾക്കൊപ്പം നമ്മുടെ നിയമ സംവിധാനത്തെ ഞാനും വെറുക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ലോകമെമ്പാടുമുള്ള വാർത്തകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇതുപോലുള്ള ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ സമയം 10 മിനിറ്റിനുള്ളിൽ അറിയുവാൻ നമ്മുടെ ചാനൽ PRK വോയിസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ സ്കിപ്പാകാതിരിക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നല്ലതെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണാം. PRK വോയിസിലൂടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.